ഹായ് ഓൾ, ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ഐറ്റംസ് കാണിച്ചു തരാം. ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ സെയിം പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടാവും, ഫ്ലോപ്പെല്ലാം ആയിട്ടുണ്ടാവും. അപ്പം നമുക്കത് റിട്ടേൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് യൂസ്ഫുൾ ആയതും ഫ്ലോപ്പ് ആയതും ആയ പ്രോഡക്റ്റ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റാണ് കാണിക്കുന്നത്. ഇത് മറ്റേ സിങ്ക് എല്ലാം ക്ലോഗർ ആണ്, ആ ഒരു പ്രോഡക്റ്റാണിത്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചിട്ട് ചെയ്യുന്നത് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ആമസോണിൽ മസ്റ്റ് ബൈയാണ്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റ്, യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ്. ഇതൊരു നീ സപ്പോർട്ടറാണ്. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു മുട്ട് വേദനയ്ക്കുള്ള ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടിന് ഇടാൻ പറ്റിയൊരു സ്ട്രാപ്പ് അതിൽ വരുന്ന ഒരു നീ സപ്പോർട്ടറാണ്. അങ്ങനെ നമുക്കത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഷേപ്പിനനുസരിച്ച് ഇടാൻ പറ്റും. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് നീ സപ്പോർട്ടർ. ഇനി വരുന്ന ഒരു പ്രോഡക്റ്റ് നോർമൽ പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് നമ്മളെ ബേബിയെല്ലാം ഉള്ളവർക്ക് യൂസ് ചെയ്യാം, ചെറിയ ബേബി യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡയപ്പറെല്ലാം മാറ്റിയിട്ട് നമുക്ക് എന്താ പറയുക, ഡയപ്പറെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ബെഡിന് വിരിച്ചിട്ട് സേഫ് ആക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ ഒരു ഇതിൽ ഞാൻ വാങ്ങിയതാണ്. ഡയപ്പറെല്ലാം ഒന്ന് നിർത്താനില്ല, ഇത് ഒരു മീഡിയം സൈസിലുള്ളതാണ്. ഇപ്പോൾ കുറച്ച് വലിയൊരു കുട്ടികളാവുമല്ലോ, 3 വയസ്സെല്ലാം കഴിഞ്ഞ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ക്വാളിറ്റിയിൽ തന്നെ മൈ ആർമർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഓക്കെ, കിച്ചണിലേക്ക് ഞാൻ ഇത് ഒരുപാട് ഇതിലെല്ലാം കണ്ടിട്ട് റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാണ്. നമുക്ക് മറ്റേ നിറയുടെ മാപ്പ് പോലെയെല്ലാം, ഇന്ത്യൻ്റെ മാപ്പ് പോലെയെല്ലാം ചപ്പാത്തി പരത്തുന്നവർക്കെല്ലാം ഉപയോഗിക്കാം. പിന്നെ എന്താ പറയുക, നമുക്ക് മെഷർ ചെയ്തിട്ട് ചപ്പാത്തിയോ കുക്കീസോ എന്തുണ്ടാക്കുമ്പോൾ കാണുന്നുണ്ടോ ഇത്? ഇല്ല അല്ല, ഞാൻ താത്തട്ടെ. ഇപ്പം നമുക്കിങ്ങനെ ഇതൊരു സിലിക്കോണിൻ്റെയാണ്. ഇപ്പം നമുക്കിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ടാബ് ചെയ്യുന്നെല്ലാം നന്നായിട്ട് അവിടെ ഒട്ടി നിൽക്കും. ഇത് നമുക്ക് ഏത് ഇഞ്ചസ് എല്ലാം ഉണ്ട്, ഏതെന്ന് വെച്ചാൽ നമുക്കതുപോലെ എടുത്തിട്ട് യൂസ് ചെയ്യാം, വാഷ് ചെയ്യാം. ഇതും യൂസ്ഫുള്ളായൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ അടുത്തത്, ഇത് ഞാനൊരു ബ്യൂട്ടി പ്രോഡക്റ്റാണ്. നമ്മൾ കാലിൻ്റെ വിണ്ടുകീറലെല്ലാം ഇതാക്കാൻ പ്യൂമി സ്റ്റോണാണ്. നമ്മൾ കാലിനെല്ലാം റഫ് ഇതെല്ലാം നമുക്ക് ഉരച്ച് നല്ലൊരു നൈസാക്കാൻ പറ്റും അത് ആ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഒരു വാട്ടർ കളർ സെറ്റാണ്. ഇത് ചിത്രം വരയ്ക്കാനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവർക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് ഒരു പ്രോഡക്റ്റാണിത്. വാട്ടർ കളേഴ്സ്, വാട്ടർ പെയിൻറ്റിങ്സ് എല്ലാം ഇതിങ്ങനെ നിർത്താം. ഇതിൻ്റെ ബ്രഷും സെറ്റെല്ലാം വേറെ ഉണ്ട്. ബ്രഷസ് ഓരോ ഷേപ്പിലില്ലേ, പൊട്ടുപോയി തുറന്നാൽ. ഇല്ല അയ്യോ, പേടിയാണല്ലോ. വീടുന്നാണ് അല്ല, പിന്നെ എന്തിനാ ഇത് സൈഡ് കൊടുത്തേ? ആടുന്ന ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇത്ര കളേഴ്സിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ മാർക്കേഴ്സ് തന്നെ, ഇത് ഡബിൾ ഹെഡഡ് മാർക്കേഴ്സാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതാ ഒന്ന് തിന്നും ബോർഡർ വരയ്ക്കാനും, പിന്നെ ഇതിങ്ങനെ സൈഡ് ചെറിയിട്ടുള്ള അക്ഷരങ്ങളെല്ലാം എഴുതാനെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാവും. ഇതൊന്ന് എഴുതി കാണിച്ചു കൊടുക്കട്ടെ. കട്ടാക്കാം. ഇതിങ്ങനെ
എനിക്ക് കാലിഗ്രാഫി എല്ലാം എഴുതുമ്പോൾ ഇത് തിക്ക് നിബ്. 2 നിബില്ലേ? ഓക്കെ. ഓക്കെ, അടുത്തത് ഇത് ഇങ്ങനൊരു പ്രൊഡക്റ്റാണ്. പേജിൽ പിന്നീട് അടുത്തതായിട്ട് എന്നിട്ട് ഇത് ഭയങ്കര ഫ്ലോപ്പായ ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്ന് വെച്ചാൽ പാക്കേജിങ് തന്നെ വളരെ പഴകിയത് കണ്ടോ, ഓൾഡ് പാക്കേജിങ്. ഇതൊരു മൊബൈൽ സ്റ്റാൻഡ് പോലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇങ്ങനെ മൈലാഞ്ചി ഡ്രോയിങ് പിന്നെ ആർട്സിൻ്റെ ഇത് അതെല്ലാം അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഇത് ഓഫായിപ്പോയി. സംഭവം പഴയത്, പിന്നെ അത് റിട്ടേൺ ചെയ്താന്ന് തോന്നുന്നു. പിന്നെ ഷർട്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ മൊബൈലല്ല, മൊബൈലില്ല. ഇതിൻ്റെ ഓരോ സ്ക്രൂ ഒന്നും മിസ്സിങ് ആണ്, എല്ലാ സ്ക്രൂവും ഇല്ല ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇത് നമുക്ക് മൊബൈൽ വെക്കാൻ പറ്റില്ല, ഇത് ടാബിൻ്റെയാണ്. പക്ഷേ അതിലെഴുതിയതിന് മൊബൈൽ യൂസ്ഫുൾ ഫോർ മൊബൈൽ എന്നാണ്, മൊബൈൽ വീഡിയോ റെക്കോർഡിങ്. പക്ഷെ ഇത് ഒരു വലിയൊരു ടാബ് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു സൈസിലുള്ള സംഭവമാണിത്. ഇതാകെ ബെഡായിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ദിവസമായി മെയിലെല്ലാം അയച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വന്നിട്ട് റിട്ടേൺ എന്തായാലും ചെയ്യണം. അതുകൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിരവൽ ടൈറ്റ് ആക്കുന്ന ഒരു സാധനമാണിത്. പക്ഷെ പ്ലാസ്റ്റിക്കാണ്. ഇതെല്ലാം നല്ല സ്റ്റീൽ തന്നെ, പ്ലാസ്റ്റിക് വലിയൊരു ക്വാളിറ്റി ഇല്ല. ഇതായാലും കണ്ട ഇത് പഴകിയ പോലെയുണ്ട്. ഇതെന്തോ ഇത് യൂസ് ചെയ്തിട്ട് ഇതായ പോലെ സ്ക്രാച്ചും ഇതെല്ലാം വന്നിട്ട് ഓൾഡ് പീസ് പോലെ ഉണ്ട്. കളർ പിന്നെ കണ്ടാലേ അറിയാം. ഇത് നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇതാണ്. ചില സമയത്ത് നമുക്ക് നല്ലത് കിട്ടും, ചില സമയത്ത് ഇതുപോലെ പ്രോപ്പറുണ്ടാവും. കിട്ടിയാൽ നല്ലതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ബൈ.